അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുന്നു. ഇറാന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇറാന്റെ പക്കൽ ഇനി സൈനികമായോ സാമ്പത്തികമായോ യാതൊരു കരുത്തും ബാക്കിയില്ലെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിസ്റ്റിലൂടെ അവകാശപ്പെട്ടു. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഇന്നും ഭൂപടത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ട്രംപിന്റെ പരിഹാസം. തന്ത്രപ്രധാനമായ ജലപാതകൾ കൈക്കലാക്കി ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഈ ജലപാതകളിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്തി ലോകത്തെ കൊള്ളയടിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ ഇറാന്റെ പക്കൽ ശേഷിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടിഞ്ഞതായും ട്രംപ് വാദിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ടുള്ള ഇറാന്റെ തന്ത്രങ്ങൾ ഇനി വിജയിക്കില്ല. ഇറാൻ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ച ഇന്ന് പാകിസ്ഥാനിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകൾ ചർച്ചയുടെ അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാനായി US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. അമേരിക്കൻ വിദേശ നയത്തിൽ നിർണായക സ്വാധീനമുള്ള വാൻസിന്റെ സാന്നിധ്യം ചർച്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും കർശനമായ നിലപാടുകളാണ് പുറത്തുവരുന്നത്. ലബനനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഖാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറാനെ പ്രതിനിധീകരിച്ച ചർച്ചകളിൽ പങ്കെടുക്കേണ്ടത്. എന്നാൽ ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അറബ് ലോകത്തും ലബനനിലും നിലനിൽക്കുന്ന അശാന്തിക്ക് പരിഹാരം കാണാതെ അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ഗുണകരമാവില്ലെന്ന് ഇറാൻ കരുതുന്നു. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കാൻ ഇറാൻ തയ്യാറല്ല. ട്രംപ് ഉയർത്തുന്ന ഭീഷണികൾ തങ്ങളെ ബാധിക്കില്ലെന്ന സൂചനയാണ് ഇറാൻ സ്പീക്കറുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ലബനൻ വിഷയം ചർച്ചയുടെ അജണ്ടയിൽ മുൻഗണന നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. ഇത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള ജലപാതകളിലെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം വർഷങ്ങളായി തുടരുന്നതാണ്. ഇത് മുൻനിർത്തിയാണ് ട്രംപ് ഇറാനെതിരെ കൊള്ളയടിക്കൽ എന്ന പദം പ്രയോഗിച്ചത്. ഇറാന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്നും ചർച്ചകളിലൂടെ ഇളവുകൾ നേടാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അമേരിക്കൻ ഭരണകൂടം വിശ്വസിക്കുന്നു. എന്നാൽ തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ സഹായിക്കും. പാകിസ്ഥാനിലെ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ ചില അന്താരാഷ്ട്ര ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. നയതന്ത്ര തലത്തിൽ നടക്കേണ്ട നീക്കങ്ങളെ ഇത്തരം പരസ്യ പ്രസ്താവനകൾ തകിടം മറിക്കുന്നു. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന നയമാണ് സ്വീകരിച്ചു പോകുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഭീഷണികളെയും നിരീക്ഷകർ കാണുന്നത്. JD വാൻസും ഖാലിബാഫും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നാൽ അത് ചരിത്രപരമായ ഒരു നീക്കമാകുമായിരുന്നു. എന്നാൽ വെടിനിർത്തൽ എന്ന നിബന്ധനകൾ ഇറാൻ ഉറച്ചു നിൽക്കുന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വഴിമുട്ടിച്ചു. ലബനിലെ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ നൽകുന്ന പിന്തുണയാണ് ഇസ്രായേലിനെയും അമേരിക്കയും പ്രകോപിപ്പിക്കുന്നത്. ഈ പിന്തുണ പിൻവലിക്കാത്ത മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് US നിലപാട്. ഇറാന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞുവെന്ന ട്രംപിന്റെ വാദം ശരിയാണോ എന്ന് സൈനിക വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇരു രാജ്യങ്ങൾക്കും വലിയ ആഘാതമുണ്ടാക്കും. പാകിസ്ഥാൻ ഈ ചർച്ചയ്ക്ക് വേദി ഒരുക്കുന്നത് തങ്ങളുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാനാണ്. എന്നാൽ രണ്ട് കക്ഷികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പാകിസ്ഥാനെയും പ്രതിസന്ധിയിലാക്കുന്നു. വരും മണിക്കൂറുകളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി ലോകം കാതോർക്കുന്നു. ലബനൻ വിഷയത്തിൽ അമേരിക്ക എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോര് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ മൊത്തം സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. ട്രംപിന്റെ കർക്കശ നിലപാടും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും മേഖലയെ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടറിയണം.